ഭാഷ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സിസ്റ്റം ഓഫ് മെനി സിസ്റ്റംസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നിലധികം വ്യവസ്ഥകളുടെ ഒരു സമഗ്ര വ്യവസ്ഥയാണ് ഭാഷ. എന്തൊക്കെ വ്യവസ്ഥകളാണുള്ളത്? ഫോണോളജിക്കൽ സിസ്റ്റമുണ്ട്, സെമാറ്റിക്കൽ സിസ്റ്റമുണ്ട്, മോർഫോളജിക്കൽ സിസ്റ്റമുണ്ട്, ഗ്രാമാറ്റിക്കൽ സിസ്റ്റമുണ്ട്. ദർ ആർ മെനി സിസ്റ്റംസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. മറ്റൊന്ന് ഭാഷ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് എ ഫങ്ഷൻ ഓഫ് കൾച്ചർ. ഏതൊരു സമൂഹത്തിലാണോ ഭാഷ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എപ്പോഴും ഭാഷയായിട്ട് വരുന്നത്, ആ സമൂഹവുമായി ബന്ധപ്പെട്ട്. പിന്നെ അതുപോലെ തന്നെ നോളജ് ഓൾസോ. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗിവ് യു 2 എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. വൺ, ഫോർ എക്സാമ്പിൾ, തകഴിയുടെ ഒരു നോവലുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചെമ്മീൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കറുത്തമ്മയും പളനിയും തമ്മിലുള്ള പ്രണയമാണ്. പരീക്കുട്ടി, യെസ്, ഐ വാസ് ജസ്റ്റ് ടെസ്റ്റിംഗ് യുവർ കോൺസെൻട്രേഷൻ. പരീക്കുട്ടിയും കറുത്തമ്മയും പളനിയും തമ്മിൽ, പളനിക്കുണ്ടായിരുന്നു അല്ലേ, പളനിക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. യെസ്, റൈറ്റ്, താങ്ക് യു. അപ്പോൾ ഇവരുടെ പ്രണയത്തിൽ ആണല്ലോ അത് ആധാരമാക്കിയിട്ടുള്ളത്. ഒരു ജപ്പാനീസ് റൈറ്ററാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു മലയാളത്തിലേക്ക്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്തു ആ പരീക്കുട്ടിയായിട്ടുള്ള പ്രണയം. അപ്പോൾ അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു, നല്ല അക്ലൈറ്റ്സ് ഒക്കെ കിട്ടി, നല്ല ട്രാൻസ്ലേഷൻ എന്ന ആളുകളെല്ലാം പറഞ്ഞു. പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ദുർബല നിമിഷം അത് വേറൊരു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാനിത് ട്രാൻസ്ലേറ്റ് ചെയ്തു, എനിക്കിത് വളരെ സന്തോഷകരമായിട്ട് തോന്നി, പക്ഷേ എനിക്കൊരു കാര്യം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത്, പരീക്കുട്ടി, യെസ്, കറുത്തമ്മ, രണ്ടുപേരും വളരെ യൗവനയുക്തരായിട്ടുള്ള മനുഷ്യരാണ്. ദേ ലവ് ഈച്ച് അതർ. പിന്നെ അവർക്ക് ഒരുപാട് സ്പെയർ ടൈമുണ്ട്, പ്ലെൻറ്റി ഓഫ് ടൈം. ട്യൂഷന് പോകേണ്ട കാര്യമില്ല, യാത്രകളൊന്നുമില്ല, അവരവിടെ എപ്പോഴും ഉണ്ട്. പിന്നെ കടപ്പുറം, പിന്നെ അങ്ങനെ ആരും കാണാനില്ല, പിന്നെ മോറൽ പോലീസിങ് ഇല്ല, സദാചാരവാദികളില്ല, കടലും അവരും മാത്രം സാക്ഷ്യം. നിരന്തരം അവർ കണ്ടുമുട്ടുന്നു, വീണ്ടും കണ്ടുമുട്ടുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, പിന്നെ എന്താ പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. വാട്ട് ഇസ് എ പ്രോബ്ലം ദെൻ? 2 ചെറുപ്പക്കാരായിട്ടുള്ള 2 പേര്, അവർക്ക് എന്താണോ പ്രണയത്തിന് വേണ്ടത് അതെല്ലാം ഉണ്ട്. അവർ ദിവസവും കണ്ടുമുട്ടുന്നു, ആരും കാണുന്നില്ല, സ്ഥലമുണ്ട്, സമയമുണ്ട്, സൗകര്യമുണ്ട്. ദെൻ വാട്ട്സ് എ പ്രോബ്ലം? ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത്. അദ്ദേഹത്തിന് മനസ്സിലാവാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഥയിലൊരു ടെൻഷൻ അദ്ദേഹത്തിന് തോന്നില്ല. ഈ ടെൻഷൻ തോന്നണമെങ്കിൽ നമ്മൾ ഈ കഥ നിർമ്മിക്കുന്ന ഒരു പരിസരമുണ്ട്, ഒരു സാമൂഹ്യ പരിസരത്തിൻ്റെ ഒരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ആ ലാൻഡ്സ്കേപ്പ് മനസ്സിലാവുന്നവർക്ക് ഇത് എത്രമാത്രം ടെൻഷൻ റിട്ടേണായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാവാൻ പറ്റും. അരുതായ്മകളും, കടലിൽ ഭർത്താവ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ പാതിവൃത്യത്തിൻ്റെ കുഴപ്പമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള കഥകളുണ്ടാകുന്നത്. അവിടെ മാത്രമാണ് കഥകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കപ്പെടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ലാംഗ്വേജ് മാത്രമല്ല, സാഹിത്യവും പലപ്പോഴും ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് കൾച്ചർ, ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് കൾച്ചർ. മനസ്സിലായി? ലാംഗ്വേജിൽ കൾച്ചർ വളരെ പ്രധാനമാണ്, അതുപോലെ തന്നെ ലാംഗ്വേജിൽ നോളജ് വളരെ പ്രധാനമാണ്. നോളജ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് അറിയാവുന്നതിനുപരിയായിട്ടുള്ള ഒരു ഭാഷ നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഹൃദയപൂർവ്വം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയംഗമായ, അല്ലെ ഹാർട്ടി കണ്ടോളൻസസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ ഒരു ജനത ചിന്തിച്ചിരുന്നു, നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ച ഒരു ജനതയാണ് ചിന്താപരമായ വൈകാരികമായ കാര്യങ്ങൾക്കായി ഹൃദയപൂർവ്വം, ഹൃദയപരമായ എന്നുള്ള വാക്കുണ്ടാക്കിയത്. ഈ പെലപ്പനീഷ്യൻ വാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അന്നത്തെ നിങ്ങൾക്കറിയാം, തൂസിഡൈഡസിനെയൊക്കെ വായിക്കുകയാണെങ്കിൽ, യുദ്ധക്കളത്തിലേക്ക് പോയിട്ട് പടയാളികളുടെ ശവം എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ ഹൃദയം കീറിയെടുത്ത് നോക്കുമായിരുന്നു അന്നത്തെ ഡോക്ടർമാർ. എന്നിട്ട് അവർ ഓരോന്ന് എഴുതും, ഇയാളുടെ ഹൃദയം വളരെ ചെറുതാണ്, അപ്പോൾ അയാൾ നല്ല ധീരതയാണ് യുദ്ധക്കളത്തിൽ പ്രദർശിപ്പിച്ചത്. അപ്പോൾ എഴുതി വെക്കും, ചെറിയ ഹൃദയമുള്ളവർ ധീരന്മാരായിരിക്കും. അങ്ങനെയാണ് അവിടെ സയൻസ് ഉണ്ടാകുന്നത്. മറ്റൊരാളുടെ ഹൃദയം നോക്കിയപ്പോൾ വളരെ ചുവന്നിരിക്കുന്നു. അയാളുടെ ഹിസ്റ്ററി അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ആ പ്രണയം മുറിച്ചുകൊണ്ടാണ് അയാൾ യുദ്ധത്തിൽ വന്നത്, അതുകൊണ്ട് അയാൾ വളരെ വിഷണ്ണനായിരുന്നു യുദ്ധക്കളത്തിൽ എന്ന് പറയുന്നു. അപ്പോൾ അയാളായിരുന്നു ചുവന്ന ഹൃദയമുള്ളവർ പ്രണയരോഗമുള്ളവരായിരിക്കും. ഇങ്ങനെ ഓരോരോ നിരീക്ഷണങ്ങൾ. വലിയൊരു ഹൃദയം കാണുന്നു, അതൊരു ഭീരുവിൻ്റെ ആണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ പറയുന്നു, വലിയ ചക്ക ഹൃദയമുള്ളവരൊക്കെ ഭീരുക്കളായിരിക്കും എന്ന് എഴുതി വെക്കും. അതിൽ നിന്നാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്നൊക്കെ നിങ്ങൾ ആളുകളെ വിളിക്കാൻ തുടങ്ങിയത്. ഹൃദയമാണ് നിങ്ങളുടെ വിചാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു പ്രാചീനമായിട്ടുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് എ പമ്പ്. അതൊരു പമ്പ് മാത്രമാണ്. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ മസ്തിഷ്കം മാത്രമാണ്, നിങ്ങളുടെ 1450 cc ബ്രെയിൻ ദാറ്റ് യു ആർ ഹാവിങ്. 1.5 kilogram ഓഫ് ജെല്ലി, അതാണ് നിങ്ങൾ. അതിനപ്പുറവും ഇല്ല, ഇപ്പുറവും ഇല്ല. ബാക്കിയെല്ലാം അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് സിസ്റ്റം,
It is a function of culture, it's a function of knowledge,